മക്കയിലെ ഹറം പള്ളിയിലേക്ക് കാർ ഇടിച്ചുകയറി. സൗദി പൗരൻ ഓടിച്ച കാറാണ് നിയന്ത്രണം വിട്ട് ഹറമിന്റെ വാതിലിൽ ഇടിച്ചു നിന്നത്. 30-കാരനായ സൗദി പൗരനെ അറസ്റ്റ് ചെയ്തതായും അമിത വേഗതയിൽ വാഹനം ഓടിച്ച ഇയാൾക്ക് മാനസിക വിഭ്രാന്തിയുണ്ടെന്നും പോലീസ് അറിയിച്ചു. വിവരങ്ങൾ നൽകാൻ അഫ്താബ് റഹ്മാനുണ്ട്. അഫ്താബ്, എപ്പോഴായിരുന്നു സംഭവം? കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? അഞ്ജിത, ലോകത്ത് തന്നെ ഏറ്റവും വലിയ സുരക്ഷാ വിന്യാസമുള്ള മേഖലയാണ് മക്കയിലെ ഹറം. ഇവിടെയാണ് ഈ ഹറമിന്റെ തെക്ക് ഭാഗത്തുള്ള റോഡിൽ നിന്നും അമിത വേഗതയിലെത്തിയ കാറാണ് ഹറമിന്റെ വാതിലിൽ വന്ന് ഇടിച്ചത്. ഇതിന് മുന്നോടിയായി തന്നെ കാർ 2 തവണ ഹറമിന് മുന്നിൽ നിയന്ത്രണത്തിനായുള്ള 2 ബാരിക്കേഡുകളും ഇടിച്ചു തകർത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 10:30 മണിക്കാണ് സംഭവം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അല്പസമയം മുമ്പ് സൗദിയിലെ മക്കയിലുള്ള പോലീസിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. അവർ അറിയിച്ചിരിക്കുന്നത് ഈ കാർ ഓടിച്ചിരുന്നത് 30-കാരനായിട്ടുള്ള ഒരു സൗദി പൗരനാണ്. ഇദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കോവിഡ് കാരണം കർശനമായ നിയന്ത്രണങ്ങൾ ഹറമിൽ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകം വാതിലുകളിലൂടെ മാത്രമാണ് തീർത്ഥാടകർക്ക് അകത്തേക്ക് പ്രവേശനമുള്ളത്. ഈ വാഹനം വന്ന് ഇടിച്ച ഭാഗത്ത് ഈ സമയത്ത് സുരക്ഷാ ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആർക്കും പരിക്കില്ല. അതേസമയം ഹറമിന്റെ വാതിലിന് പൊട്ടലുണ്ട്. ഒപ്പം തന്നെ 2 ബാരിക്കേഡുകളും കാർ തകർത്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അവിടെ പ്രത്യേകിച്ച് ആശങ്കാജനകമായി ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. അഞ്ജിത, അഫ്താബാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സുരക്ഷാ മേഖലയായ മക്കയിലെ ഹറം പള്ളിയിലേക്ക് കാർ ഇടിച്ചു കയറി. സൗദി പൗരൻ ഓടിച്ച കാറാണ് നിയന്ത്രണം വിട്ട് ഹറമിന്റെ വാതിലിൽ ഇടിച്ചു നിന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് അഫ്താബ് നൽകിയത്.